റിതു സ്മോൾ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? നമ്മളുടെ വീട്ടിലൊരു വിശേഷ ദിവസം വരുമ്പോൾ പായസം വെക്കുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കാറില്ലേ? അപ്പോൾ നമ്മളുടെ മുമ്പിൽ ആദ്യം വരുന്നത് സേമിയ പായസമല്ലേ? നമുക്കിന്ന് സേമിയ പായസം ഒന്ന് വെച്ച് നോക്കിയാലോ? സേമിയ പായസം വെക്കുന്നതിനായിട്ട് നമ്മളുടെ പാൻ കഴുകി വൃത്തിയാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ആയിരിക്കണം, അല്ലെങ്കിൽ ഉപ്പും എരിയും പുളിയൊക്കെ പിടിച്ച മാത്രമാണെങ്കിൽ പാല് ചേർക്കുമ്പോൾ പിരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വേണം പാത്രം എടുക്കാൻ. ഇനി അതിലേക്ക് പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മൾ പായസം ഉണ്ടാക്കുന്നതിനായിട്ടുള്ള പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആദ്യം കാഷ്യൂനട്ട് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കാഷ്യൂനട്ട് ഇട്ട് കഴിഞ്ഞാൽ സ്റ്റൗവിന്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് മൂത്ത് പോകും. ചെറുതായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ആകാൻ തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് കിസ്മിസോ അല്ലെങ്കിൽ ഉണക്കമുന്തിരിയോ ചേർത്ത് കൊടുക്കണം. കറുത്ത ഉണക്കമുന്തിരിയാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഇത് മൂക്കാൻ തുടങ്ങി നമുക്ക് അതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം. മുന്തിരി വീർത്ത് വരുന്ന സമയത്ത് നമുക്കത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കോരി മാറ്റണം. നമ്മൾ ഉണക്കമുന്തിരിയും കാഷ്യൂനട്ടും കോരി എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ടും 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയുമാണ് മൂപ്പിച്ച് കോരി എടുത്തത്. ഇനി നമുക്ക് ആ പാനിലേക്ക് 1 കപ്പ് സേമിയ ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നിടം, ചെറിയ ലൈറ്റ് ബ്രൗൺ ആകുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നീളമുള്ള സേമിയാണ് ഞാൻ എടുത്തത്. നീളമുള്ള സേമിയാണെങ്കിൽ നമ്മൾ പൊടിച്ച് ചേർക്കണം. റോസ്റ്റ് ചെയ്ത സേമിയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി നെയ്യിൽ. അപ്പം നമ്മുടെ സേമിയ ലൈറ്റ് ബ്രൗൺ ആകാൻ തുടങ്ങി. അതിലേക്ക് നമുക്ക് 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം നമ്മൾ 1/2 ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയും സ്റ്റൗവിന്റെ ഫ്ലെയിം ഹൈ ഫ്ലെയിം വെച്ചുകൊണ്ട് നമുക്ക് തിളയ്ക്കുന്നിടം വരെ ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തില്ലെങ്കിൽ പാട കിട്ടും. തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ സ്റ്റൗവിന്റെ ഫ്ലെയിം ലോ ഫ്ലെയിം വെക്കണം. തിളയ്ക്കാൻ തുടങ്ങി ഞാൻ സ്റ്റൗവിന്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് വെക്കുകയാണ്. ഇനി ഒരു 7-8 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ഒന്ന് വേവിച്ചെടുക്കണം. തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുകയും ചെയ്യണം, അല്ലെങ്കിൽ പാട കെട്ടും. അത് നമ്മൾ വിട്ടുപോകരുത്. ഏഴെട്ട് മിനിറ്റിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1/2 ലിറ്റർ പാലൂടെ ചേർത്ത് കൊടുക്കണം. വീണ്ടും നമ്മൾ 2 മിനിറ്റ് സമയം ഇത് ഇളക്കി കൊടുക്കണം. നമ്മുടെ സേമിയ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് 7-8 മിനിറ്റായി. നമുക്ക് ഇതിലേക്ക് 1/2 ലിറ്റർ പാല് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇനിയും ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ മീഡിയം മധുരത്തിലുള്ള സേമിയാണ് തയ്യാറാക്കുന്നത്. മധുരം കൂടുതൽ വേണമെന്നവർ കൂടുതൽ ചേർക്കുക, കുറച്ച് മതിയെന്നുള്ളവർ മധുരത്തിന്റെ അളവ് കുറയ്ക്കുക. ഇനി നമുക്ക് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് കൂടെ നമ്മൾ സ്റ്റൗവിന്റെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കണം. കൂട്ടി വെച്ചുകൊണ്ട് 2 മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ചവ്വരി ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിനകത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് കുക്കറിനകത്ത്. അത് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ മൂപ്പിച്ച് കോരി വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരിയും പിന്നെ അണ്ടിപ്പരിപ്പും ചേർക്കണം. ഇപ്പൊ ഏകദേശം പാലൊഴിച്ചിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചിരിക്കുകയായിരുന്നു. ഇനി നമുക്കിതിലേക്ക് ചവ്വരി ചേർത്ത് കൊടുക്കാം.
വിടാതെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വറുത്ത് കോരി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പാകമായി വന്ന സേമിയയിലേക്ക് വറുത്ത് കോരി വെച്ചിരുന്ന കശുവണ്ടി പരിപ്പ് ഉണക്ക മുന്തിരിങ്ങയും നമ്മൾ ചേർത്ത് കൊടുത്തു. അതിനുശേഷം 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നല്ല ഒരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി. ഇതെല്ലാം കൂടെ നന്നായിട്ട് 1 മിനിറ്റ് ഇളക്കിയ ശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഒരു 1/2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒരു 2 മിനിറ്റ് നേരം കൂടെ നമ്മൾ ഇളക്കി കൊടുക്കണം. സേമിയ പാഴ ചൂടാതിരിക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ ഇത് സെർവ് ചെയ്യുന്ന പരുവത്തിലായിട്ടുണ്ട്. നമുക്ക് ഒരു 6 പേർക്ക്, ഒരു 1-1.25 ലിറ്റർ സേമിയ കാണും. ഇത് ഒരു 6 പേർക്ക് നമുക്ക് സെർവ് ചെയ്യാൻ സാധിക്കും. നമ്മൾ അല്പം താമസിച്ചാണ് സെർവ് ചെയ്യുന്നതെങ്കിൽ ഇത് കട്ടിയായാൽ ചൂട് പാലൂടെ ചേർത്ത് നമുക്ക് ഒന്ന് ലൂസാക്കിയ ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ എന്റെ കൈ മുട്ടി ഡിലീറ്റ് ആയിപ്പോയി, അതുകൊണ്ട് എനിക്കത് കാണിക്കാൻ സാധിച്ചിട്ടില്ല. ഒട്ടും കട്ട പിടിക്കാത്ത സേമിയ നമുക്ക് റെഡിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബിന്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക് യു.